മനുക്കുട്ട, നീ എത്ര സമയം മനുക്കുട്ട കളിക്കുന്നു? ഇന്ന് എവിടെയും പോയി വീഴും. ഇവിടെ നിന്ന് മുത്തശ്ശനെവിടെ? അങ്ങോട്ട് പോകുന്ന കണ്ടു. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. മനുക്കുട്ട നിക്ക്, എടെ നിക്കാന്. ഈ ചെറുക്കന്റെ ഒരു കാര്യം. ആനന്ദത്തിൻ തുടി മുഴങ്ങി മണ്ണോരം വിത്തെറിയുമ്പോൾ കണ്ണോരം കണ്ട കിനാക്കൾ കുന്നോളം മോഹമുണർത്തി വിളങ്ങി നിന്നു. നെല്ലോല പന്തലൊരുങ്ങി നിൻമണികൾ താലമൊരുക്കി നെഞ്ചോരം ആനന്ദത്തിൻ തുടി മുഴങ്ങി മണ്ണോരം വിത്തെറിയുമ്പോൾ കണ്ണോരം കണ്ട കിനാക്കൾ കുന്നോളം മോഹമുണർത്തി വിളങ്ങി നിന്നു. മനുക്കുട്ടാ വാ. മുത്തശ്ശൻ എന്തിനാ കരയുന്നേ? മുത്തച്ഛനൊരു വലിയ സ്വപ്നം കാണുകയായിരുന്നു മോനെ. മുത്തച്ഛനൊക്കെ ഇവിടെ കൃഷി ചെയ്തിരുന്ന കാലത്ത് ഇവിടെ നിറയെ ആളുകൾ കിളയ്ക്കലും വിതയ്ക്കലും കൊയ്യലുമൊക്കെയായി ഒരു ഉത്സവം പോലെയായിരുന്നു. ഇന്നിതൊന്നും ആർക്കും വേണ്ട. ആട്ടെ, മോന്റെ അച്ഛൻ വന്നോ? വാ മുത്തശ്ശ, നമുക്ക് പോവാം. പോയേക്കാം. മനുക്കുട്ടാ, സുമേ, രണ്ടാളും കൂടെ വരുന്നുണ്ട്. ഒരു മുത്തശ്ശനും ഒരു കൊച്ചുമോനും. അച്ഛനിത് വയ്യാണ്ട് എങ്ങോട്ട് പോയതാ? നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല. നീ എപ്പോ വന്നു? കുറച്ചു നേരമായി. നീ പോയ കാര്യം എന്തായി? നിന്നോട് ഞാനിനി പറയില്ലെന്ന് കരുതിയതാ. 5-6 ഏക്കർ സ്ഥലമുണ്ട്, ആരോഗ്യമുണ്ട്. അധ്വാനിച്ച 2 തലമുറയ്ക്ക് കഴിയാനുള്ള സമ്പാദിക്കാനും കഴിയും.
നീ ഇങ്ങനെ ഇന്റർവ്യൂ ജോലി എന്നും പറഞ്ഞ് എത്ര കാലമായി ഇങ്ങനെ തെണ്ടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്കിതിനൊന്നും താല്പര്യമില്ല. എന്നെ അതിന് നിർബന്ധിക്കുകയും വേണ്ട. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ആ, ഇന്ന് എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഇന്ന് ഒക്ടോബർ 15. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതാരാണെന്നറിയോ? അബ്ദുൽ കലാം. ആ, ഗുഡ്. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനാണ്. അദ്ദേഹത്തിന് കുട്ടികളെ വലിയ ഇഷ്ടായിരുന്നു. നമ്മളെല്ലാവരും ഉറക്കത്തെ സ്വപ്നങ്ങൾ കാണാറില്ലേ? ഇല്ലേ? ഉണർന്നിരിക്കുമ്പോൾ നല്ല നല്ല സ്വപ്നങ്ങൾ കാണാനും അതിനുവേണ്ടി പ്രയത്നിക്കാനുമാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ഉയരങ്ങളിലെത്തണമെങ്കിൽ നമുക്ക് നല്ല അധ്യാപകർ വേണം, നല്ല കൂട്ടുകാർ വേണം, നമ്മൾ സത്യസന്ധരും ആത്മാർത്ഥതയുള്ളവരും ആയിരിക്കണം. അതിലൂടെയാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. ജോമോന് വലുതാകുമ്പോൾ ആരാകാനാ ഇഷ്ടം? എഞ്ചിനീയർ. ആ, നല്ലത്. മോനോ? എനിക്ക് പോലീസ്. മനുക്കുട്ടൻ ആരാകാൻ ആഗ്രഹം? എനിക്ക് കൃഷിക്കാരനാവാൻ ഇഷ്ടം. ആഹാ, കൃഷിക്കാരനോ? അപ്പോ ഡോക്ടർ എഞ്ചിനീയർ ഒന്നും ആവണ്ടേ? മനുക്കുട്ടാ, ഇങ്ങ് വാ. ഇത് ടീച്ചറിന്റെ ഒരു സമ്മാനം കേട്ടോ. മനുക്കുട്ടൻ നിക്ക്, ചായ കുടിച്ചിട്ട് പോകാം. ഞാൻ ഇതിൽ വെച്ച സർട്ടിഫിക്കറ്റ് കാണുന്നില്ലോ സുമേ. അതവിടെ ഇങ്ങനെ കാണും, നോക്ക്. ആ, കിട്ടി. ഇതിലുണ്ട്. അല്ല സുമേ, നമ്മുടെ മനുക്കുട്ടൻ എന്തിയെ? അവനെ സ്കൂൾ വിട്ട് വന്നാൽ കളിക്കണം എന്നൊരു ചിന്തയല്ലേ ഉള്ളൂ. അവനെ ഗ്രൗണ്ടിലെങ്ങാനും കാണും. രമേശേട്ടാ, ഈ പ്രാവശ്യം ശരിയാവുമായിരിക്കും അല്ലേ? രമേശ, നീ ഇറങ്ങുന്നില്ലേ? ബസ് ഇപ്പൊ അങ്ങ് പോവും. അച്ഛാ, ഞാൻ ഇറങ്ങട്ടെ? നീ പോകുന്ന വഴിക്ക് ആ മനുക്കൂട്ടൻ അവിടെ കളിക്കുന്നുണ്ടാവും. അവനെ ഒന്നും കൊണ്ട് വേഗം പറഞ്ഞു വിടണം. ശരത്തെ, എടാ ശരത്തെ, ഇങ്ങ് വാ. ശരത്തെ, മനുക്കുട്ടൻ എവിടെ? അവനിപ്പോ കളിക്കാനൊന്നും വരാറില്ലല്ലോ. വരാറില്ലേ? പക്ഷെ അവൻ... വാടാ, നമുക്ക് നോക്കാം. ചേട്ടാ, എന്നെ മനുക്കുട്ടനെ കണ്ടോ? കണ്ടില്ലല്ലോ. എന്താ പറ്റിയേ? ഏയ്, ഒന്നുമില്ല. ചേച്ചി ചേച്ചി, മനുക്കുട്ടിനെ കാണുന്നില്ല. മനുക്കുട്ടാ, ദേ അവനിവിടെ ഉണ്ട്. വാ വാ.
ഇങ്ങോട്ട് വാ. മനുക്കുട്ടാ, മോനിതെങ്ങനെ? ഇത് ടീച്ചറിന്റെ ഒരു സമ്മാനം കേട്ടോ. തുടിമുഴങ്ങി മണ്ണോരം വിത്തെറിയുമ്പോൾ കണ്ണോരം കണ്ട കിനാക്കൾ